എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. യോനിയുടെ രുചിയെന്ത്, മണമെന്ത്? ഇത് നോക്കി എങ്ങനെ ലൈംഗിക രോഗമുള്ളവരെ തിരിച്ചറിയാമെന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ യോനിയിൽ വ്യത്യസ്ത തരത്തിലുള്ള സ്മെല്ലും അതുപോലെ തന്നെ നിറവ്യത്യാസങ്ങളും കാണാം. ഇത് നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാമെന്നത് നോക്കാം. യോനിയിൽ അമിതമായി ഉപ്പിൻ്റെ അഥവാ ഉപ്പരസമുള്ളവർക്ക് ഇത്തരം ഭാഗങ്ങൾ കൂടുതലായി വിയർക്കുന്നത് കൊണ്ടാണ് ഇവരുടെ ഇത്തരം ദ്രാവകത്തിൽ ഉപ്പരസം അമിതമായി അടങ്ങിക്കൂടുന്നതെന്ന് മനസ്സിലാക്കുക. എന്നാൽ യോനിയിൽ ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും സ്മെല്ലാണ് അഥവാ നല്ല പ്രത്യേക ഭയങ്കരമായ ഒരു സ്മെല്ല്, നിങ്ങളെ കുത്തുന്ന തരത്തിലുള്ള ഒരു സ്മെല്ലാണുള്ളതെങ്കിൽ യോനി ഭാഗത്ത് ഉപയോഗിക്കുന്ന സ്പ്രേയോ അല്ലെങ്കിൽ സോപ്പോ അല്ല മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിക്കുന്നത്. മറ്റെന്തെങ്കിലും പെർഫ്യൂമിൻ്റെ ഭയം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അടുത്തതായി ചിലർക്ക് കയ്പ്പ് അനുഭവപ്പെടാറുണ്ട്. ഇത്തരക്കാർ ഫിഷ് അധികം കൂട്ടുന്നവരും അതുപോലെ തന്നെ ചിലപ്പോൾ മദ്യം, പുകവലി ഇങ്ങനെ ഉപയോഗിക്കുന്ന സ്ത്രീകൾക്കും അവരുടെ ഇത്തരം ഭാഗങ്ങളിൽ കയ്പ്പ് അനുഭവപ്പെടാറുണ്ട്. അത്തരം ദ്രാവകത്തിൽ കയ്പിൻ്റെ ആവശ്യം അനുഭവപ്പെടാറുണ്ട്. ഇനി യോനി ഭാഗത്ത് നിന്നും ഈ ദുർഗന്ധമല്ലാതെ മറ്റെന്തെങ്കിലും മത്സ്യത്തിൻ്റെ അഥവാ ചത്ത മത്സ്യത്തിൻ്റെയോ കേടായ മത്സ്യത്തിൻ്റെയോ ദുർഗന്ധമുണ്ടെങ്കിൽ തീർച്ചയായും ലൈംഗിക രോഗങ്ങൾക്ക് അടിമയാണെന്ന് മനസ്സിലാക്കാം. ലൈംഗിക രോഗങ്ങൾക്ക് അടിമയുള്ളവർക്കാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, ഇത്തരത്തിലുള്ള ദുർഗന്ധം ഉണ്ടാവുക. അതുടൻ തന്നെ വൈദ്യസഹായം തേടേണ്ടതാണ്. അതുപോലെ യോനിയിലെ കളർ വ്യത്യാസങ്ങൾ അഥവാ ഡിസ്ചാർജിന് ഗ്രേ കളറോ അല്ലെങ്കിൽ മഞ്ഞ കളറോ ഉണ്ടാകുകയാണെങ്കിലും ഇത്തരത്തിലുള്ള രോഗാവസ്ഥയായി കണക്കാക്കാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് യോനിയിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള രോഗാണുക്കളോ അല്ലെങ്കിൽ ഇൻഫെക്ഷനോ മറ്റെന്തെങ്കിലും ലൈംഗിക രോഗങ്ങളോ ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ കഴിയുക. ഇത്തരത്തിലുള്ള ടേസ്റ്റ് വ്യത്യാസവും അതുപോലെ ദുർഗന്ധവും കൊണ്ടാണ് മനസ്സിലാക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു. ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റു വീഡിയോകളുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.